പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ കഴിഞ്ഞ ദിവസം കേരളത്തിലെ 10 വർഷക്കാലം മുൻ മുഖ്യമന്ത്രിയും കേരളത്തിലെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള വിജയൻ്റെ വീട്ടിൽ വിജയനെയും മകളെയും ചോദ്യം ചെയ്ത് പുറത്തിറങ്ങിയ ED സംഘത്തിന് നേരെ അതിഭീകരമായ ആക്രമണം നടന്നതിൻ്റെ ഞെട്ടലിൽ നിന്ന് നമ്മളിതുവരെ രക്ഷപ്പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് പറയുന്നത്. സത്യം പറഞ്ഞാൽ അത്ഭുതകരമായിട്ട് എനിക്ക് ഞെട്ടലോടുകൂടിയാണ് ഞാൻ കണ്ടത്. ഒരു കോടതി ഉത്തരവിനെ തുടർന്ന് നിയമപരമായി ഒരു അഴിമതി കേസിൽ വിജയനെയും മകളെയും ചോദ്യം ചെയ്ത് പുറത്തിറങ്ങിയ ED സംഘത്തിനെ അതിഭീകരമായി വളഞ്ഞിട്ട് CPMൻ്റെ ഗുണ്ടകൾ ആക്രമിക്കുന്ന സംഭവം സത്യം പറഞ്ഞാൽ വലിയ ഞെട്ടലോടുകൂടിയാണ് ജനങ്ങളാകെ കണ്ടത്. അവരിങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ അവരുടെ വണ്ടിക്ക് ചുറ്റും കൂടി നിന്ന് ആ വണ്ടിയുടെ ചില്ലുകൾ മുഴുവൻ അടിച്ചു പൊട്ടിച്ച് അതിൻ്റെ മുൻഭാഗത്തെ ചില്ലുകൾ ഈ ഇടിക്കട്ട കൊണ്ട് ഇഷ്ടിക കൊണ്ട് എറിഞ്ഞു പൊട്ടിക്കുക, അതിൻ്റെ ഗ്ലാസ് പെയിനുകൾ ചവിട്ടി തകർക്കുക, ED ഉദ്യോഗസ്ഥന്മാരെ പച്ചയ്ക്ക് തെറി വിളിക്കുക, കൊല വിളിക്കുക ഉൾപ്പെടെ ചെയ്തുകൊണ്ട് അവരുടെ 3 വാഹനങ്ങൾ പരിപൂർണമായി CPMൻ്റെ ഗുണ്ടകൾ തകർക്കുന്ന സംഭവം ഞെട്ടലോടുകൂടിയാണ് നമ്മൾ കണ്ടത്. CPMൻ്റെ ഗുണ്ടകളാണെന്ന് പിന്നീട് തെളിഞ്ഞു. ഇപ്പോൾ 10-15 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ ഭൂരിപക്ഷവും CPMൻ്റെ നേതാക്കന്മാരാണെങ്കിലും അവരതുപോലെ തന്നെ ഗുണ്ടകളാണ്. സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഒരു വിധി പ്രഖ്യാപിച്ചു. എന്തായിരുന്നു ആ വിധി? ആ വിധി എന്ന് പറയുന്നത് മാസപ്പടി കേസിൽ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കരിമണൽ കർത്താവിൻ്റെ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽസ് എന്ന് പറഞ്ഞ കമ്പനി മാസങ്ങൾക്ക് മുമ്പ് കേരള ഹൈക്കോടതിയിൽ കൊടുത്ത ഒരു വിധി, ഒരു കേസിൽ എനിക്കൊന്ന് 26-ാം തീയതി മെയ് 26-ാം തീയതി മറ്റാണെന്ന് തോന്നുന്നു, കേരള ഹൈക്കോടതിയിലെ TR രവിയുടെ നേതൃത്വത്തിലുള്ള സിംഗിൾ ബെഞ്ച് ആ അന്വേഷണം തടയണമെന്നുള്ള ആ കേസിൽ അന്വേഷണം തടയേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് 39 പേജുള്ള ഒരു വിധിന്യായം പ്രഖ്യാപിക്കുകയുണ്ടായി. ആ വിധിയിൽ കാര്യകാരണ സഹിതം ഹൈക്കോടതി ഈ അന്വേഷണം തുടരുന്നതിൽ ബുദ്ധിമുട്ടില്ല എന്നാണ്, ഒരു തടസ്സവുമില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ ആ ജഡ്ജ്മെൻ്റ് ഒന്ന് വായിച്ചു നോക്കിയിരുന്നു. അതിൽ ഹൈക്കോടതി പറയുന്നത് ഈ കേസ് മെയിൻറ്റെയിനബിൾ പോലുമല്ല എന്നാണ് പറയുന്നത്, നിലനിൽക്കുന്നത് പോലുമല്ല എന്നാണ് പറയുന്നത്. ഇൻകം ടാക്സ് ആക്ടിൻ്റെ പരിധിയിൽ കൊടുത്തിരുന്ന ഒരു ഇമ്മ്യൂണിറ്റി, അവർക്ക് നൽകിയിരുന്നൊരു പ്രതിരോധം, ഒരു ഇമ്മ്യൂണിറ്റി PMLA ആക്ടിൻ്റെ പരിധിയിൽ നിലനിൽക്കുന്നതല്ല എന്ന് കേരള ഹൈക്കോടതി കണ്ടെത്തി. എന്ന് മാത്രമല്ല, PMLA കേസിൽ സമൻസ് കൊടുക്കാനും അന്വേഷണം നടത്താനും FIRൻ്റെ ആവശ്യമില്ല എന്നും അവർ കണ്ടെത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാസപ്പടി കേസിൽ ED നടത്തുന്ന അന്വേഷണം തുടരുന്നതിൽ തകരാറൊന്നുമില്ല എന്ന് കേരള ഹൈക്കോടതി മെയ് 26-ാം തീയതി ഇട്ട ഉത്തരവിനെ തുടർന്നാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വിജയൻ്റെയും മകളുടെയും ഈ കരിമണൽ കർത്താവിൻ്റെ കമ്പനിയുടെയും ഉൾപ്പെടെ ഉള്ള സ്ഥലങ്ങളിൽ മെയ് 27-ാം തീയതി അവർ 12 സ്ഥലങ്ങളിൽ വ്യാപകമായിട്ടുള്ള റെയ്ഡ് നടത്തിയത്. അപ്പോൾ വളരെ നിയമപരമായി ഹൈക്കോടതി ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിലാണ് ED ഉദ്യോഗസ്ഥന്മാർ ഈ വിജയൻ്റെയും മകളുടെയും വീട്ടിൽ ഉൾപ്പെടെ റെയ്ഡ് നടത്തിയത്. വിജയൻ്റെ മകളുടെയും ബേക്കറി ജംഗ്ഷനിലുള്ള വീട്ടിൽ റെയ്ഡ് നടത്തി. വിജയൻ്റെ കണ്ണൂരിലെ തൈക്കണ്ടിയിലുള്ള വീട്ടിൽ അവർ റെയ്ഡ് നടത്തി. വിജയൻ്റെ മരുമകൻ മുഹമ്മദ് റിയാസിൻ്റെ കോഴിക്കോട് കോട്ടുള്ളിയോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തുള്ള വീടുകളിൽ റെയ്ഡ് നടത്തി. അതുപോലെ തന്നെ കരിമണൽ കമ്പനിയുടെ ഭാഗമായി അവരുടെ ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥലത്തെല്ലാം കൂടി ഒരു 12 സ്ഥലത്ത് അവർ റെയ്ഡ്. അപ്പം വളരെ നിയമപരമായിട്ട് നടത്തിയിട്ടുള്ള ഒരു റെയ്ഡായിരുന്നു. ആ റെയ്ഡ് നടത്തുന്നതിൻ്റെ ഭാഗമായി വിജയനെയും മകളെയും മണിക്കൂറുകളോളം അവർ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തതിനെ തുടർന്ന് പുറത്തിറങ്ങിയ ED ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അതിഭീകരമായിട്ടുള്ള ആക്രമണമാണ് CPMൻ്റെ ഗുണ്ടകൾ തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനിൽ നടത്തിയത് എന്ന് നമ്മൾ കണ്ടു. അന്വേഷണത്തിൻ്റെ ദൃശ്യങ്ങൾ മുഴുവൻ നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിലും ചാനലുകളിലുമൊക്കെ നമ്മൾ കണ്ടതാണ്. ചില്ലിടിച്ച് പൊട്ടിക്കുന്നു, കൊലവിളി നടത്തുന്നു, കല്ലെറിയുന്നു. 3 വണ്ടികളും ഏതാണ്ട് തകർത്ത് തരിപ്പണമാക്കുന്നത് നമ്മൾ കണ്ടു CPMൻ്റെ ഗുണ്ടകൾ. അതിനുശേഷം അവർ CPMൻ്റെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ പോയി ഒളിച്ചിരിക്കുന്നത് അങ്ങനെ നമ്മൾ കണ്ടു. സുഹൃത്തുക്കളെ, ഈ ഒരു ആക്രമണത്തിൻ്റെ ഭാവി പ്രത്യാഘാതം എന്തായിരിക്കും എന്നാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് ചർച്ച ചെയ്യാൻ. സുഹൃത്തുക്കളെ, എനിക്ക് ആമുഖമായി പറയാനുള്ളത് അതീവ ഗുരുതരമായിരിക്കും ഇതിൻ്റെ പ്രത്യാഘാതം എന്നുള്ളതാണ്. അതീവ ഗുരുതരം. എന്താ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? നിയമപരമായി
ഒരു അഴിമതി കേസിൽ ആ കേസിൻ്റെ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ വന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് പറഞ്ഞ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ കൃത്യനിർവഹണത്തിൽ കരുതിക്കൂട്ടി തടസ്സം സൃഷ്ടിക്കുക എന്നുള്ളതാണ് CPMൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നിരിക്കുന്നത്. ഇത് കുറച്ചുകൂടി ഗൗരവതരമാക്കിക്കൊണ്ട് ED ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടന്ന വധശ്രമം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ വിഷയത്തെ കാണുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനകം തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇത് കരുതിക്കൂട്ടിയുള്ള ആക്രമണമാണെന്നും ഇത് തങ്ങളെ വധിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമമാണെന്നും അവരവരുടെ ഉന്നതങ്ങളിൽ അവരുടെ ഡൽഹിയിലെ കേന്ദ്ര ഓഫീസിൽ അറിയിച്ചു കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് കരുതിക്കൂട്ടിയുള്ള ഒരു ശ്രമമാണ് എന്ന് അവർ പറഞ്ഞിരിക്കുന്നു. ഇത് തങ്ങളെ ആക്രമിക്കുക മാത്രമല്ല വധശ്രമമായിരുന്നു എന്നുകൂടി അവർ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ പ്രത്യാഘാതം എന്താണ്? അതിൻ്റെ പ്രത്യാഘാതം നമ്മൾ ഭരണഘടനയിലുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയാൽ ഭരണഘടനയുടെ 257 വകുപ്പ് പ്രകാരം കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെ അവരുടെ കൃത്യനിർവഹണത്തിൽ നിന്ന് തടഞ്ഞാൽ അത് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറിയുടെ സമ്പൂർണ്ണമായിട്ടുള്ള പരാജയത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ആ ഭരണഘടനയുടെ 257 വകുപ്പിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഭരണഘടനയുടെ ഫെയിലിയർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇത് കേന്ദ്ര ഗവൺമെൻറ് വളരെ ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഇത് വളരെ ഗൗരവമായി എടുത്തിട്ടുണ്ട്. ഗവർണർ ഇത് ഭയങ്കര ഗൗരവമായി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഇത് പോയിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഈ ആക്രമണ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ടാലറിയാവുന്ന 300 പേർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്, വധശ്രമം ഉൾപ്പെടെ. ആ 300 പേരിൽ ആരൊക്കെ ഉൾപ്പെടുമെന്നുള്ളത് വളരെ നിർണായകമാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി അതിൽ ഉൾപ്പെടാനുള്ള സാധ്യത നമുക്ക് തള്ളാൻ കഴിയുമോ? അതുപോലെ തന്നെ വി ശിവൻകുട്ടി മുൻ മന്ത്രി അവിടെ ഉണ്ടായിരുന്നു. MP ആയിട്ടുള്ള ജോൺ ബ്രിട്ടാസ് അവിടെ ഉണ്ടായിരുന്നു. മുൻ MLA ആയിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ വർക്കല MLA വി ജോയി അവിടെ ഉണ്ടായിരുന്നു. മുൻ വട്ടിയൂർക്കാവ് MLA VK പ്രശാന്ത് അവിടെ ഉണ്ടായിരുന്നു. പാർട്ടിയുടെ ഉന്നതനായിട്ടുള്ള നേതാവ് ആനാവൂർ നാഗപ്പൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരവിടെ ഉണ്ടായിരുന്നു. ഈ ശ്രമമൊക്കെ ഈ ആക്രമണമൊക്കെ നടക്കുന്ന സമയത്തും അതിന് തൊട്ടുമ്പും അതിന് പിന്നീടും. എന്തിനു പറയുന്നു, പിണറായി വിജയൻ പോലും ഈ ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന അതിന് പ്രേരണ നൽകുന്ന ഒരു നിലയിലല്ലേ വന്നിട്ട് സംസാരിച്ചത്. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്നല്ലേ പറഞ്ഞു. ഈ പോരാട്ടത്തിൽ നമ്മൾ ഒരുമിച്ചുണ്ടാകും എന്നല്ലേ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ കേസെടുത്തിരിക്കുന്ന 300 പേരിൽ ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ഞാൻ ഈ പറഞ്ഞ മുഴുവൻ നേതാക്കന്മാർ, ഗോവിന്ദൻ മുതൽ വിജയൻ വരെയുള്ള നേതാക്കന്മാർ ഈ കേസിൽ പ്രതികളാവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കതിനെ തള്ളിക്കളയാൻ പറ്റും. സുഹൃത്തുക്കളെ, പ്രതികളായാലുള്ള കുഴപ്പം എന്താ? അങ്ങനെ പ്രതികളാകുമ്പോൾ എന്ത് സംഭവിക്കുന്നുള്ളതിന് ഒരു ഉദാഹരണം പശ്ചിമ ബംഗാളിലുണ്ട്. പശ്ചിമ ബംഗാളിൽ 2024 മറ്റോ 24 പർഗാനാസ് ഡിസ്ട്രിക്റ്റിലെ സന്ദേശ് ഖലി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് ഒരു തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു ഗുണ്ട, ആ ഗുണ്ടയെ എന്നൊരു കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കേസിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനായിട്ട് ED ഉദ്യോഗസ്ഥന്മാർ ചെന്നപ്പോൾ ഈ ഗുണ്ടയുടെ നേതൃത്വത്തിൽ ED ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അതിഭീകരമായിട്ടുള്ള ആക്രമണം നടന്നു. ED എന്ത് ചെയ്തു? എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തങ്ങൾക്കെതിരെ വധശ്രമം നടന്നിരിക്കുന്നു, അതുകൊണ്ട് ഈ കേസ് CBI അന്വേഷിക്കണം എന്ന് ബംഗാൾ ഹൈക്കോടതിയിൽ അവർ ഹർജി നൽകി. ബംഗാൾ ഹൈക്കോടതി ഈ കേസ് അന്വേഷണം CBIക്ക് വിട്ടു. CBI ആ കേസിൽ ഒരു 10-18ഓളം പേരെ അറസ്റ്റ് ചെയ്തു. ആ അറസ്റ്റ് ചെയ്തവർ 2024 മുതൽ ഇതുവരെയായി ജാമ്യം പോലും കിട്ടാതെ തിഹാർ ജയിലിൽ കിടന്ന് മുട്ടിലിഴയുകയാണ് എന്ന് നമ്മൾ ഓർക്കണം. ഇവർക്കെതിരെ UAPA വകുപ്പുകൾ പോലും ചുമത്തി എന്നും വാർത്തകൾ വരുന്നുണ്ട്. അത് കൃത്യമായിട്ട് എനിക്കത് ക്രോസ് ചെക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ED ഉദ്യോഗസ്ഥന്മാരെ അറസ്റ്റ് ചെയ്തിട്ടുള്ള കേസിലെ പ്രതികൾ 1-2 വർഷക്കാലമായി ജാമ്യം പോലും ലഭിക്കാതെ തിഹാർ ജയിലിൽ കിടന്ന് ഉഴലുകയാണ് എന്ന് നമ്മൾ പറയുമ്പോൾ ഈ കേസിൽ വിജയനും ശിവൻകുട്ടിയും ജോൺ ബ്രിട്ടാസും VK പ്രശാന്തും വി ജോയിയും ആനാവൂർ നാഗപ്പനും മുതൽ പിണറായി വിജയൻ വരെയുള്ളവർ ഈ കേസിൽ പ്രതികളായാൽ ബംഗാളിൽ നടന്ന സംഭവങ്ങളുമായി നമ്മൾ താരതമ്യം ചെയ്താൽ ഇവരെല്ലാവരും കേസിൽ പ്രതികളായി ജാമ്യം പോലും കിട്ടാതെ ജയിലിൽ അടയ്ക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പോലും അത്ഭുതമില്ല എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ സുഹൃത്തുക്കളെ? എന്തായാലും ED ഇവിടുത്തെ ആക്രമണം കഴിഞ്ഞപ്പോൾ
ഇത് വധശ്രമമായിരുന്നുവെന്നും ഇത് കരുതിക്കൂട്ടിയായിരുന്നുവെന്നും മുകളിലേക്ക് അവരറിയിച്ചിട്ടുണ്ട്. ഒരു സംശയവും വേണ്ട. നാളെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ വിജയൻ്റെ വീടിന് മുമ്പിൽ നടന്ന ED ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ടുള്ള ആക്രമണവും തങ്ങൾക്കെതിരെ വധശ്രമമാണെന്നും CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞ് അവർ കേസിന് പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അങ്ങനെ കേസിന് പോയാൽ പശ്ചിമ ബംഗാളിലെ ഈ പ്രസിഡൻസ് കണക്കിലെടുത്തുകൊണ്ട് കേരള ഹൈക്കോടതിയും ഈ കേസ് CBI അന്വേഷണത്തിന് വിടാനുള്ള സാധ്യത വളരെ വലുതാണ്. കാരണം ഈ ആക്രമണം നടക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള ദൃശ്യങ്ങൾ കേരള ഹൈക്കോടതിയിലെ ജഡ്ജിമാരും ആദ്യാവസാനം കണ്ടതാണ്. വളരെ നീചവും നികൃഷ്ടവുമായിട്ടുള്ള ആക്രമണമാണ് നടന്നതെന്നും ഇത് കൃത്യനിർവഹണത്തിൽ തടസ്സം സൃഷ്ടിക്കാൻ വേണ്ടി ചെയ്തായിരുന്നു, ഇത് വധശ്രമമായിരുന്നു ഒക്കെ അവർ നേരിട്ട് കണ്ടതാണ്. സ്വാഭാവികമായും അത് കണ്ട ന്യായാധിപന്മാർ ബംഗാളിലെ ഈ പ്രസിഡൻറ്റും കൂടെ കണക്കിലെടുത്തുകൊണ്ട് ഈ കേസ് CBI അന്വേഷിക്കണം എന്ന് പറഞ്ഞ് ഈ കേസ് CBI അന്വേഷണത്തിന് വിട്ടാൽ ഗോവിന്ദൻ മുതൽ വിജയൻ വരെയുള്ളവരുടെ ചങ്കിടിപ്പ് വർദ്ധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. CBI കേസ് അന്വേഷിച്ച് ഗോവിന്ദനെയും ബ്രിട്ടാസിനെയും ശിവൻകുട്ടി മുതൽ വിജയൻ വരെയുള്ളവരെ പ്രതിയാക്കിയാൽ അവരെല്ലാവരും ജാമ്യം പോലും ലഭിക്കാതെ വല്ല തിഹാർ ജയിലിലൊക്കെ പോയി കിടന്ന് ഉഴലുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഈ ആക്രമണത്തിൻ്റെ പ്രത്യാഘാതം അതിഗുരുതരമായിരിക്കുമെന്നും ഞാൻ ഈ പറഞ്ഞതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത്.